മകനെ അകറ്റി നിർത്തുന്ന അമ്മയുടെ മനസ്സാണോ, അമ്മയ്ക്ക് വേണ്ടി കണ്ണുകൾ നഷ്ടപ്പെടുത്തിയ മകന്റെ സ്നേഹമാണോ വലുതെന്ന് അളന്ന് തിട്ടപ്പെടുത്താനാവുന്നില്ല എനിക്ക്. സങ്കടപ്പെടരുത്, എല്ലാം ശരിയാകുമെന്ന പാഴ്വാക്ക് പറയാൻ മാത്രമേ അച്ഛനിപ്പോ പറയാൻ പറ്റുന്നുള്ളൂ. അച്ഛൻ പറയാം. മാഡം, മാഡം പറഞ്ഞതുപോലെ ഓടാൻ കുതിച്ച കുതിരയെ കടിഞ്ഞാനിട്ട് നിർത്തി. എന്നിട്ട് കേരളത്തിലെ കോസ്മെറ്റിക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എല്ലാ മൊബൈൽ നമ്പറും കുറച്ചു നേരത്തേക്ക് സ്വിച്ച് ഓഫ് ആയിരിക്കും. മാഡത്തിന്റെ മൊബൈലിൽ അതിന്റെ സൂചന കിട്ടിയിട്ടുണ്ടാവുമല്ലേ? സൂചനയൊക്കെ കിട്ടി. പക്ഷേ മൗനം കൊണ്ട് തൃപ്തിപ്പെടുന്നവളല്ല ഞാൻ. പ്രതികരിക്കണം. മാഡം, അതെ, AK ഹെർബൽസിന്റെ പ്രോഡക്ട്സ് എടുക്കില്ലെന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർ ആനന്ദിനെ അറിയിക്കണം. ഓട്ടത്തിനിറക്കിയ കുതിരയെ കടിഞ്ഞാണിട്ട് നിർത്തുകയല്ല പ്രിയങ്കയുടെ ശൈലി. ഇനി ആ കുതിരയെ ഓട്ടത്തിനിറക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അങ്ങ് വിൽക്കണം. അവിടെയാ വിജയം ആരംഭിക്കുന്നത്. അത് ഉറപ്പായിട്ട് നടക്കും മാഡം. അസോസിയേഷനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതിന് വലുതാണ് അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ നിലപാട്. അതെ മാഡം, AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ കോസ്മെറ്റിക്സ് എടുക്കാത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് 10% വില കുറച്ച് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രോഡക്ട്സ് നൽകും അത്രേ. മാർക്കറ്റിലിറങ്ങുന്ന പുതിയ പ്രോഡക്ട്സ് പരീക്ഷിക്കുന്നതിനേക്കാൾ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് പ്രിയം മാർക്കറ്റ് പിടിച്ചടക്കിയ പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ, AK ഹെർബൽസിന്റെ തുടക്കവും ഒടുക്കവും ഇന്ന് തന്നെയാണെന്ന് അവൾ അറിയണം. ആ കല്യാണി. അതും കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി മാഡം. അപ്പൊ മൂഷ്യ സ്ത്രീയെ പിന്നെയും മൂഷ്യ സ്ത്രീയായി കാണാനാണ് നാഗമഠത്ത് പ്രിയങ്കയ്ക്ക് ഇഷ്ടം അല്ലേ? ചോദ്യം കേട്ടാ ശ്രീയേട്ടൻ എന്തോ ആ അടുക്കളക്കാരിയെ മഹാറാണിയാക്കിക്കൊള്ളാന്നുള്ള ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. അവള് നശിക്കണം. കാഴ്ച നഷ്ടപ്പെട്ട ആനന്ദ് അമ്മ തന്റെ അന്നത്തിലും മണ്ണ് വാരി എറിയുന്ന വാർത്ത കേട്ട് തളരണം. കണ്ണും മനസ്സും തളർന്ന് മരണം വരിക്കാൻ വരെ പരസഹായം വേണ്ടിവരുന്ന അവസ്ഥയിലേക്ക് അവൻ മാറണം. സ്ഥലകാലബോധമില്ലാത്ത ഒരു ഭ്രാന്തനെ പോലെ അല്ലേ? അതെ, ധൃതരാഷ്ട്ര ആലിംഗനം പോലെ ഒരാലിംഗനത്തിൽ അവൻ നഷ്ടബോധം കൊണ്ട് കല്യാണിയെ ഞെരിച്ചു കൊല്ലുന്ന തലത്തിലേക്ക് മാറണം. മാറ്റും അവനെ ഞാൻ. അതിന്റെ തുടക്കം അറിയിച്ചുകൊണ്ടുള്ള ശംഖുലി ഇതിനകം അവന്റെ കാതുകളിൽ എത്തണം. പതനത്തിന്റെ ആദ്യ മുഴക്കം. അതാ അസോസിയേഷൻ പ്രസിഡന്റ് നോക്കിക്കോളും. എന്തായാലും ഇപ്പൊ കാറ്റ് നമുക്ക് അനുകൂലമായിട്ടാ വീശുന്നത്. ബുദ്ധിപൂർവം അത് പ്രയോജനപ്പെടുത്തണം. എന്നാ ഞാൻ ഇറങ്ങാം. നേരെ അനിയൻകുട്ടാ, ഈ ചെക്കൻ കുളിക്കാൻ കയറിയിട്ട് എത്ര നേരമായി? രാവിലെ അമ്പലത്തിൽ പോയതല്ലേ, അപ്പൊ നീ കുളിച്ചതല്ലേ, പിന്നെയും കുളിക്കാൻ കയറി എന്തിനാ? ചേച്ചി, കൊറോണ കാലല്ലേ, പുറത്തു പോയി വന്നാൽ കുളിക്കണം. വല്ലിഞ്ഞിവിടെ ഇരിക്കെ, കുളി കഴിഞ്ഞ് അവനിപ്പോ വരും. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. ഞാനും കൂടെ വരുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ഡ്രസ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി. എന്നാലേ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. ആദ്യം നീ എന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറക്ക്. സൂക്ഷിച്ച് സ്റ്റെപ്പ്.
അടുത്തത്. കല്യാണി, ഇപ്പൊ കമ്പനിയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങള് നിനക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനും വരാന്ന് പറഞ്ഞത്. അല്ല, നമ്മുടെ സ്കൂട്ടർ എവിടെ ഇരിക്കുന്നത്? ദേ അവിടെ ഇരിപ്പുണ്ട്, ഷെഡില്. ആ, നീയേ അതിന്റെ ചാവി ഇങ്ങെടുക്ക. എന്തിനാ? എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞൂടാന്നറിയാലോ, പിന്നെന്തിനാ താക്കോല്? എടുക്ക്, ഒരു കാര്യമുണ്ട്. ചെല്. ഇവിടെ നിക്കേ. ആ. മല്ലുഞ്ഞേ, ദാ ചാവി. ഇപ്പൊ ഇതെന്തിനാ? ഇത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ബാറ്ററി വീക്കായി പോവും. നീയേ ഇതൊന്ന് തിരിക്കാൻ സഹായിക്ക. ആ, പുറകോട്ട് പുറകിലേക്കേ. ആ. നേരെ. നമ്മള് ഈ സ്കൂട്ടറിലാ കമ്പനിയിലേക്ക് പോകുന്നത്. എന്തൊക്കെയാ വല്യുഞ്ഞി പറയണേ? ഇത് ആരും ഓടിക്കാനാ? ആ, ഞാൻ ഓടിക്കും. ദേ വല്യുഞ്ഞെ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഈ അവസ്ഥയിൽ വല്യുഞ്ഞി എങ്ങനെ ഓടിക്കുന്നാ പറയണേ? നിന്റെ വലിയ കുഞ്ഞിന് കാഴ്ചശക്തി ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് കാണാലോ. ഞാൻ കാണുന്നത് നിന്റെ കണ്ണുകളിലൂടെയാണ്. നിന്റെ കണ്ണിലൂടെ കാണുന്ന എന്റെ സുരക്ഷിതത്വമൊന്നും എന്റെ കണ്ണിലൂടെ കണ്ടാലും കിട്ടില്ല കല്യാണി. വല്യുഞ്ഞെ എന്തൊക്കെയാ പറയണേ? സത്യം, നീ പുറകിലിരുന്ന് വഴി പറഞ്ഞു തന്നാ മതി, നമ്മള് പോകുന്നു. വല്യുഞ്ഞെ, വേണ്ട, അതൊന്നും ശരിയാവില്ല. ആ, അത് ശരി. അപ്പോ നിനക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടല്ലേ? ഇല്ല വല്യുഞ്ഞെ, എന്റെ വല്യുഞ്ഞിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന അന്ന് എന്റെ മരണമായിരിക്കും. ആ, ഉറപ്പാണോ? ഉറപ്പ്. ആ, എന്നാ കേറുകല്ലേണി. ഒരിരുട്ടിന്റെ മുന്നിൽ നീ കൂടെ ഉള്ളപ്പോ തോറ്റു കൊടുക്കാനാവില്ല എനിക്ക്. ആ, കേറ്. പോ. വലിയ സൂക്ഷിച്ച്. നേരെ. നേരെയല്ലേ? ആ, പതുക്കെ പോണേ. ആ. ബ്രെഡിനൊന്നും ആ പഴയ കനമില്ലല്ലോ. ഇതെന്ത് മറിമായം? കാഴ്ചയില്ലാത്ത ആനന്ദേട്ടെ കല്യാണിയും കൂട്ടി സ്കൂട്ടറിലോ? ഇനി എനിക്ക് ഭ്രാന്ത് പിടിച്ചാണോ? വലിയ എടുത്തോട്. ആ, സൂക്ഷിച്ച്. അപ്പൊ എനിക്ക് തോന്നിയതാണോ? എന്തായിരിക്കും?
നിൽപ്പ് കണ്ടിട്ടേ കയ്യിലിരിക്കുന്ന ബ്രെഡ് വിഴുങ്ങിയ മട്ടുണ്ടല്ലോ. ഞാനിപ്പോഴേ വിചിത്രമായ ഒരു കാഴ്ച കണ്ട ആന്റി. വിചിത്രമായ കാഴ്ചയോ? നീ എന്താ കണ്ണാടിയിൽ നോക്കിയോ? അതല്ല ആന്റി, ഓ, കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത ആനന്ദേട്ടൻ കല്യാണിയും പുറകിലിരുത്തി സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകുന്നു. ഏ? എന്താ ആന്റി എന്നെ ഇങ്ങനെ ഒരുമാതിരി ഒരു നോട്ടം നോക്കുന്നേ? അല്ല, 10 പൈസയുടെ കുറവ് നിനക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോ 10 രൂപയുടെ തലത്തിലേക്ക് വളർന്നു ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ പറയുന്നത് സത്യം ആന്റി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാ. ആനന്ദേട്ടൻ സ്കൂട്ടർ ഓടിച്ചോണ്ട് പോയി. എന്ത് പൊട്ടക്കണ്ണൻ സ്കൂട്ടർ ഓടിച്ചു പോയി? അത് നീ കണ്ടു? കൊള്ളാം. ഇതേ മറ്റേതിന്റെ തുടക്ക. മെന്റല് മെന്റല് മെന്റല്. ഓ സത്യം ആന്റി, എന്റെ ആന്റിയാണ് സത്യം. അയ്യോ, എന്റെ ബ്രെഡ്. ഒരുമാതിരി കോപ്രായം പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് കൊറണം പോയിക്കും ഞാൻ. മനുഷ്യൻ ഇവിടെ തല പെരുത്തിരിക്കുമ്പോഴാ അവളുടെ ഒരു ദിവ്യ ദർശനം. ആന്റി പോടി. എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതുപോലെയുണ്ട്. ഒരു നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും. ഈശ്വരാ, ഇനി ഇവള് ദേഹോപദ്രവം മറ്റോ തുടങ്ങുമോ? പൊയ്ക്കളയ. ആന്റി ഇനി കല്യാണി വണ്ടി ഓടിച്ചിട്ട് ആനന്ദേട്ടൻ പുറകിരുന്ന് പോയതായിരിക്കോ? എങ്ങനെ പോയ എനിക്കെന്താ? പതിയെ ആ, നേരെ നേരെയാണോ? കുറച്ചെടുത്തേക്ക്, എടുത്തേക്ക് പതിയെ, കുറച്ചെടുത്തേക്ക്, കുറച്ചുകൂടി എടുത്തേക്ക്. ആ, ഇങ്ങനെ പോയാൽ മതിയോ? കല്യാണി, നമുക്ക് ഈ സ്കൂട്ടറിലെ ഭൂമിയുടെ അറ്റം വരെ പോയാലോ? വലിയ തമാശ പറയാതെ നേരെ നോക്കി. തമാശല്ലടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നേരെ, ആ, കുറച്ച് വലത്തേക്ക്. വലിയ പതുക്കെ കുഴി. നേരെ, ആ, അതുപോലെ നേരെ. എന്താ പറ്റി വലിയ? ഞാനേ ഈ സ്കൂട്ടറിന്റെ ബ്രേക്ക് കറക്റ്റ് ആണോ നോക്കിയത്. പോകുന്നുണ്ടോ? വാ, പോവാം. നേരെ. ആ, വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ആ ശരി. വലിഞ്ഞു നിർത്ത്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലോഡെല്ലാം കയറ്റി കഴിഞ്ഞോ? കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എന്താ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നം? അത് മാഡം, ഇപ്പോഴും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഒരുമിച്ചെന്തോ തീരുമാനം എടുത്ത പോലെയുണ്ട്. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. എന്നിട്ടും എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ നേരിട്ട് എന്ന കാരണം അന്വേഷിക്കുക. മിസ്റ്റർ അലൻ മാത്യു, ഞങ്ങളെ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ടതായിരുന്നു. സോറി സർ. ഹലോ, ആരാ? ഞാൻ അനന്ത സൂപ്പർ മാർക്കറ്റിൽ നിന്നാ, സിറ്റി റോഡിലുള്ള. കോസ്മെറ്റിക് ഐറ്റംസിന്റെ ഓർഡർ ഇപ്പോൾ ഇറക്കണ്ട. ഹലോ, അത് പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. അങ്ങോട്ടേക്ക് വണ്ടി പുറപ്പെടാൻ പോവാ. അറിയാം, അതുകൊണ്ടാ വിളിച്ചത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് തീർന്നിട്ടില്ല. അത് തീരുമ്പോ ഓർഡർ ചെയ്യാം. അപ്പോ കൊണ്ടുവന്നാ മതി. ഹലോ, ഹലോ, ഹലോ. സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. എന്താ പറ്റി? അത് സാർ, ഹരിത സൂപ്പർ മാർക്കറ്റിൽ നിന്നാ. അവര് നേരത്തെ ഓർഡർ തന്നിരുന്നതാ. ഇപ്പോ ക്യാൻസൽ ചെയ്യാൻ പറയുന്നു.
ഹലോ ഹലോ, ഇത് ജി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ആ ഐറ്റംസ് ഇപ്പൊ എത്തും സാർ. നമുക്കിപ്പോ സ്റ്റോക്കിന്റെ ആവശ്യമൊന്നുമില്ല. വാട്ട്? ഹലോ, ഇപ്പൊ മാർക്കറ്റ് സാധനങ്ങളൊന്നും മൂവ് ആവുന്നില്ല. സ്റ്റോക്ക് കൊള്ളത്തില്ലെന്നാ പൊതുവെ അഭിപ്രായം. ഓക്കെ ശരി. എന്താ പറ്റിയേ? ജി ഹൈപ്പർ മാർക്കറ്റുകാർക്കും നമ്മുടെ പ്രൊഡക്റ്റ് തൽക്കാലം വേണ്ടാന്ന്. സാർ, ഇതിൽ എന്തോ കുഴപ്പമുണ്ട്. ഒരു ഒത്തുകളി ഫീൽ ചെയ്യുന്നുണ്ട്. ഹലോ, AK ഹെർബൽസ് അല്ലേ? അതെ, ഇതാ ഞാനിത് ആനന്ദ് സാറിന് കൊടുക്കാം. ഹലോ, പറഞ്ഞോളൂ. ഞാൻ സ്റ്റൈൽ മിത്ര ബ്യൂട്ടി സെന്ററിൽ നിന്നാണ്. ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വിളിച്ചതാ. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? സർ, നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് പിടിച്ചു പറ്റുമോ എന്നൊരു സംശയം. മാത്രമല്ല, നിങ്ങൾ അതിനുവേണ്ടി അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യുന്നുമില്ല. പരസ്യമില്ലാതെ എങ്ങനെയാ ആളുകൾ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ട് വരിക? അതുകൊണ്ട് തൽക്കാലം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓർഡർ വാങ്ങിയാൽ മതിയെന്ന തീരുമാനം. ഹലോ ഫ്രണ്ട്, പെട്ടെന്നുള്ള ഈ മനമാറ്റത്തിന് പിന്നിൽ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ തമ്മിൽ ശത്രുക്കളൊന്നും അല്ലല്ലോ. നാളെ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാം. സോ പ്ലീസ് ടെൽ മീ, വാട്ട്സ് എ റിയൽ പ്രോബ്ലം? സർ, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷന്റെ തീരുമാനം AK ഹെർബൽസിന്റെ പ്രോഡക്റ്റ് എടുക്കണ്ട എന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ആജ്ഞ അനുസരിക്കുന്നു, അത്രമാത്രം. അറിയാലോ സർ, ഇപ്പോഴത്തെ കാലത്ത് അസോസിയേഷനെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ലെന്ന്. മാത്രമല്ല, നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രോഡക്റ്റ് 10% വില കുറച്ച് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.